Hi friends, welcome back to Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് DJI RS2 Pro കോംബോ. ഇതിനകത്ത് എന്താണ് ഉള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു കോംബോ പാക്കിൻ്റെ കൂടെ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പതിവ് പോലെ നല്ല അടിപൊളി ഒരു ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് നൈഫ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ആക്ച്വലി ഇതിന് നൈഫിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിക്കർ പീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്താൽ മതി. രണ്ടെണ്ണം പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. മുമ്പുണ്ടായിരുന്ന DJIയുടെ വീഡിയോ സ്റ്റെബിലൈസറിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന ബാഗ് ഈ ഒരു ബാഗാണ്. ഇപ്പോൾ ഈ ഒരു ബാഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മുമ്പത്തെ ബാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെർമോക്കോൾ പോലുള്ള ഒരു മെറ്റീരിയലിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ബാഗിലാണ്, ഈ റോണിൻ്റെ ഒരു ബാഗിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ആദ്യം തന്നെ ഒരു സിബ്ബൊക്കെ കാണുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല. ഞാനതെന്തായാലും ഒന്ന് സൈഡിലോട്ട് വെച്ചിട്ട് ഇതിനകത്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ. ഇതിനകത്തിപ്പോൾ 1-2 യൂസർ മാനുവൽസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാനിപ്പം ഓപ്പൺ ചെയ്യുന്നില്ല. വേറെ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ബാഗിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് DJI Pro എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാം. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബ്രീഫ് കേസ് പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു ഹാൻഡിലൊക്കെ നമുക്കുണ്ട്. ഇത് കോംബോ പാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3050 UAE ദിർഹംസിനാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ 2900-നൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിലെ ആ ഒരു ഡിമാൻഡിനനുസരിച്ച് നമുക്കിത് കിട്ടാം. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു സൈഡ് വൈസ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു ചെറിയൊരു ഫോം ഇവിടെ കാണാം. അതും ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇതെല്ലാം അസംബ്ലി ചെയ്തെടുക്കുന്ന രീതിയിലാണ്. ആദ്യം നമുക്കിവിടെ ഒരു കേസുണ്ട്. അവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ സൈഡിലോട്ട് വെക്കുകയാണ്. ഒരു ക്വിക്ക് റിലീസോട് കൂടിയാണ് ഈ ഒരു ബേസ് പ്ലേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേസ് പ്ലേറ്റ് നമുക്ക് മുമ്പ് കണ്ടിരുന്ന DJI റോണിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഗിംബലിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹോൾഡറാണ്. ഇത് ആക്ച്വലി നമ്മളുടെ കോംബോ പാക്കിനോടൊപ്പം മാത്രം ലഭിക്കുന്ന ഒരു ആക്സസറിയാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന റോണിൻ SC അതിനകത്ത് അധികമൊന്നും അതിൻ്റെ കൂടെ ലഭിച്ചിരുന്നു. അത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ നമുക്ക് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയേണ്ടതുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ബാറ്ററി ഗ്രിപ്പാണ്. ഇവിടെ നമുക്ക് ചാർജ് സ്റ്റാറ്റസ് ഒക്കെ അറിയാം. പക്ഷേ ഇതിനകത്ത് ഒട്ടും തന്നെ ചാർജില്ല. ഞാനത് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും ചാർജില്ല. പിന്നെ അതിനകത്തൊരു USB-Cയുടെ ഒരു പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചു. പിന്നീട് നമുക്ക് ഇതുപോലൊരു എക്സ്റ്റൻഡർ ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ബാഗ് തുറക്കുന്ന ഈ വശത്തായിട്ട് കുറേ അധികം ആക്സസറീസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് തുറന്നു നോക്കാം. വീഡിയോ ട്രാൻസ്മിറ്ററാണ് നമ്മളിവിടെ കാണുന്നത്, ഇമേജ് ട്രാൻസ്മിറ്റർ. അത് നമുക്ക് കോംബോ പാക്കിൻ്റെ കൂടെ മാത്രം ലഭിക്കുന്ന ഒരു ആക്സസറിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അനവധി സ്ക്രൂസും പിന്നെ LAN കീയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ള സെർവോ ഫോക്കസ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഫോക്കസ് റിങ്ങിൻ്റെ ആ ഒരു റിബണാണിത്. ഇതും കോംബോ പാക്കിൻ്റെ കൂടെ മാത്രം ലഭിക്കുന്നതാണ്. മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ സെർവോ മോട്ടർ സിസ്റ്റമൊക്കെ. അത് മാറ്റി വെക്കാം. മറ്റ് ചില ആക്സസറീസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ സെർവോ മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങളാണ്.
എന്തായാലും ഇതിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗവും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അടിയിലത്തെ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയും ഇതുപോലൊരു ഫോമുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഇതായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഗിംബലിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വീഡിയോ ഗിംബലുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരു സ്ക്രീനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഇവിടെ തന്നെ വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കേബിൾസ് കൂടെ ഉണ്ട്. കേബിൾസ് എന്ന് പറയുന്നത് അനവധി USB-C HDMI പോർട്ട് കേബിൾ അങ്ങനെ കുറേ കേബിൾസ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ USB-C കേബിൾ എക്സ്ട്രാ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്ഥലത്തും ഇതേപോലെ തന്നെ USB-Cയുടെ ഒരു ബണ്ടിൽ ഓഫ് കേബിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബണ്ടിൽ പാക്കിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇവിടെ ദുബായിൽ 3050 ദിറംസ് കൊടുത്താണ് ഞാൻ ഈ ഒരു കോംബോ പാക്ക് വാങ്ങിയത്. നമുക്കിതിൻ്റെ കൂടുതൽ സെറ്റപ്പ് വീഡിയോസും ബാക്കിയുള്ള റിവ്യൂ ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മളുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വീഡിയോ പ്രൊഫഷണൽസിന് പറ്റിയ ഒരു ഗിംബലാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗിംബൽ തന്നെയാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഈ കാണുന്ന DJIയുടെ റോണിൻ RS2 Pro എന്ന് പറയുന്ന ഈ ഒരു ഗിംബൽ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.